ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്കേക്ക് നെയ്ച്ചോറും തേങ്ങ അരച്ച പരിപ്പ് കറിയാണേ. നമുക്ക് ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് ഉള്ളി താളിക്കാൻ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെയ്ച്ചോറിനുള്ള സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നെയ്ച്ചോറ് വെക്കാൻ പോകുന്നത്. നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് ഉള്ളി അധികം നമ്മൾ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം ഉള്ളിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ഉള്ളിയിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നതിൽ. ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പിട്ട് തിളച്ചതിന് ശേഷമാണ് അരി ഇടുക. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് കറി വെക്കണം. ആവശ്യത്തിനുള്ള പരിപ്പ് ഇട്ട് കൊടുക്കേ. ഈ പരിപ്പ് നല്ലോണം ഒന്ന് കേൾക്കിയെടുക്കേ. നമ്മൾ വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. 2 പച്ചമുളക് ഇട്ടെടുക്കേ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇടേണ്ടത്. പക്ഷെ ഇവിടെ കറിവേപ്പിലല്ല. അടുത്ത വീട്ടിൽ പോയിട്ട് പറിച്ചു വരാം. ചേച്ചി ഓൾറെഡി സമ്മതം തന്നതാണ് പറിച്ചോളാൻ. നല്ല ചൂടാണ്. കിട്ടില്ലേ? കറിവേപ്പില കിട്ടി. നമ്മൾ കറിവേപ്പില പറിച്ചു തന്നേ. ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ. നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുക്കർ ഒരു 3 വിസിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കേ. ഇനി നമുക്കൊന്ന് നമ്മുടെ നെയ്ച്ചോറൊന്ന് ഇളക്കി വെക്കാം. ഒന്നും കൂടി സെറ്റ് ആവാനുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ്സ് കൂടി അല്ലേ. ഇത് നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് സെറ്റാക്കാം. പരിപ്പ് കറിക്കും കൂട്ടാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത്. ഇതിപ്പോൾ പരിപ്പ് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ടതാണ്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേ. ഈ 2 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് മുറിച്ചിടാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസായി അരിഞ്ഞു വെച്ചത് അതും ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ട് കൊടുക്കേ. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഇത് കുറച്ച് ഗരം മസാല ആട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കേ. നമുക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക്. നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കേ. പരിപ്പ് എന്തായി നോക്കാം. പരിപ്പ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഗ്യാസ് കത്തിക്കാം. ഇപ്പോൾ പരിപ്പ് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് സ്റ്റീം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ നല്ല കുറുകിയ പരിപ്പ് കറിയായി കേട്ടോ. ഇനി ഒന്ന് തുള്ളിയാൽ മതി. തുള്ളുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വറവിട്ട് വെക്കണം. നമുക്ക് ഇതിലേക്കൊന്ന് വറവിടാം.
അടിപൊളി. ഇനി നന്നായിട്ട് വറവിട്ട് വെച്ചിട്ട് നല്ലോണം ഇളക്കിയില്ലേ. നല്ല ടേസ്റ്റ്. നമ്മള് ഉരുളക്കിഴങ്ങിന്റെ മേക്ക് വരട്ടിയാണ്. വെന്ത് നല്ല രീതിയിൽ കുഴകുഴാന്ന് വന്നിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്.